വചനം 5 വാക്കർത്ഥം. യാ അയ്യുഹന്നാസ്, ഹേ മനുഷ്യരെ, ഇൻകുന്തും നിങ്ങളാണെങ്കിൽ, ഫീ റൈബിൻ വല്ല സംശയത്തിലും, മിനൽ ബഅസി ഉയിർത്തെഴുന്നേൽപ്പിക്കുന്ന രണ്ടാമത്തെ ജീവിതത്തെപ്പറ്റി, ഫഇന്ന എന്നാൽ നിശ്ചയമായും നാം, ഖലഖനാക്കും നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, മിൻ തുറാബിൻ മണ്ണിൽ നിന്ന്, മണ്ണിനാൽ, സുമ്മ മിൻ നുതുഫത്തിൻ പിന്നെ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും, സുമ്മ മിൻ അലഖത്തിൻ പിന്നെ രക്തപിണ്ഡത്തിൽ അള്ളിപ്പിടിക്കുന്നതിൽ നിന്നും, സുമ്മ മിൻ മുദ്അത്തിൻ പിന്നെ മാംസപിണ്ഡത്തിൽ നിന്നും, മുഖല്ലഖത്തിൻ രൂപം നൽകപ്പെട്ടതായ, വഗൈരി മുഖല്ലഖത്തിൻ രൂപം നൽകപ്പെടാത്തതുമായ, ലിനുബയ്യിന നാം വ്യക്തമാക്കിത്തരുവാൻ വേണ്ടി, ലക്കും നിങ്ങൾക്ക്, വനുക്കിറു നാം താമസിപ്പിക്കുന്നു, ഫിൽ അർഹാമി ഗർഭാശയങ്ങളിൽ, മാനശാഉ നാം ഉദ്ദേശിക്കുന്നതിനെ, ഇലാ അജലിൻ ഒരു അവധി വരെ, മുസമ്മ നിർണയിക്കപ്പെട്ട, സുമ്മ പിന്നീട്, നുഖ്രിജുക്കും നിങ്ങളെ നാം പുറത്തു കൊണ്ടുവരുന്നു, തിഫ്ലൻ ശിശുവായി, ശിശുക്കളായി, സുമ്മ പിന്നീട്, ലിതബ്ലുഗു നിങ്ങൾ എത്തുന്നതുവരെയും, എത്തുവാൻ വേണ്ടിയും, അശുദ്ധക്കും നിങ്ങളുടെ പൂർണ്ണദശ, നിങ്ങളുടെ ഏറ്റവും ശക്തിയായ അവസ്ഥ, വമിൻകും നിങ്ങളിലുണ്ട്, മയ്യുതവഫ മരണമടയുന്നവർ, വമിൻകും നിങ്ങളിലുണ്ട്, മയ്യുറദ്ദു ഒഴിവാക്കി വിടപ്പെടുന്നവർ, ആക്കപ്പെടുന്നവർ, ഇലാ അർദലിൽ ഉമുരി ആയുസ്സിൻ്റെ ഏറ്റവും ദുർബലാവസ്ഥ വരെ, ഏറ്റവും താണ നില വരെ, ലികൈലാ യഅലമ അവൻ അറിയാതിരിക്കുവാൻ അഥവാ അറിയാതിരിക്കുമാർ, മിൻ ബഅദി ഇൽമിൻ അറിവിന് അഥവാ അറിവുണ്ടായതിന് ശേഷം, ഷൈഅൻ യാതൊന്നും, വതറ നിനക്ക് കാണാം, നീ കാണുന്നു, അൽ അർദ ഭൂമിയെ, ഹാമിദത്തൻ വരണ്ടതായി, അടങ്ങിക്കിടക്കുന്നതായി, ഫൈദ അൻസൽന എന്നിട്ട് നാം ഇറക്കിയാൽ, അലൈഹ അതിന്മേൽ, അതിൽ, അൽമാ വെള്ളം അഥവാ മഴ, ഇഹ്തസ്സത്ത് അത് സ്ഫുരിക്കുന്നു, ഇളകുന്നു, വറബത്ത് അത് ചീർക്കുകയും ചെയ്യുന്നു, പൊന്തുകയും ചെയ്യുന്നു, വഅംബതത് അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു അഥവാ മുളപ്പിക്കുകയും ചെയ്യുന്നു, മിൻ കുല്ലി സൗജിൻ എല്ലാ ഇണകളെയും, ബഹീജ് കൗതുകമുള്ള, അഴകുള്ള. يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضغة مخلقة وغير مخلقة لنبين لكم ونقر في الأرحام ما نشاء إلى أجل مسمى ثم نخرجكم طفلا ثم لتبلغوا أشدكم ومنكم من يتوفى ومنكم من يرد إلى أرذل العمر لكي لا يعلم من بعد علم شيئا وترى الأرض هامدة فإذا أنزلنا عليها الماء اهتزت وربت وأنبتت من كل زوج بهيج. ഹേ മനുഷ്യരെ, മരണശേഷം ഉയിർത്തെഴുന്നേൽപ്പിനെപ്പറ്റി നിങ്ങൾ
സംശയത്തിലാണെങ്കിൽ ആലോചിച്ചു നോക്കുക. നിശ്ചയമായും നിങ്ങളെ നാം മണ്ണിൽ നിന്നും, പിന്നീട് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്നും, പിന്നെ രക്തപിണ്ഡത്തിൽ നിന്നും, പിന്നീട് ശരിയായ രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചു. നിങ്ങൾക്ക് നമ്മുടെ സൃഷ്ടിമാഹാത്മ്യം വ്യക്തമാക്കി തരുവാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. നാം ഉദ്ദേശിക്കുന്നതിനെ ഒരു നിർണയിക്കപ്പെട്ട ഒരവധി വരെ ഗർഭാശയങ്ങളിൽ നാം താമസിപ്പിക്കുന്നു. പിന്നീട് നിങ്ങളെ ശിശുക്കളായി നാം പുറത്തു കൊണ്ടുവരുന്നു. പിന്നെ നിങ്ങൾ നിങ്ങളുടെ പൂർണ്ണദശ പ്രാപിക്കും വരെയും വളർത്തിക്കൊണ്ടുവരുന്നു. നിങ്ങളിൽ നേരത്തെ മരണമടയുന്നവരുമുണ്ട്. അറിവുണ്ടായിരുന്നതിനു ശേഷം അത് നഷ്ടപ്പെട്ട് യാതൊന്നും അറിയാതായി തീരുമാറ് ആയുസ്സിൻ്റെ ഏറ്റവും ദുർബലാവസ്ഥ വരേക്കും ഒഴിവാക്കി വിടപ്പെടുന്നവരും നിങ്ങളിലുണ്ട്. ഭൂമി വരണ്ടു കിടക്കുന്നതായി നീ കാണുന്നു. എന്നിട്ട് അതിന്മേൽ നാം മഴവെള്ളം ഇറക്കിയാൽ അത് ചൈതന്യം പൂണ്ട് സ്ഫുരിച്ചു വരികയും ചീർക്കുകയും ചെയ്യുന്നു. കൗതുകമുള്ള എല്ലാ സസ്യ ഇണകളെയും അത് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു. വചനം 5 വിശദീകരണം. മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുവാൻ തയ്യാറില്ലാത്തവരോട് തങ്ങളുടെ സ്വന്തം സൃഷ്ടിയുടെ ആരംഭം മുതൽ മരണം വരെയുള്ള അവസ്ഥാവിശേഷങ്ങളെപ്പറ്റി ചിന്തിച്ചു നോക്കുവാൻ അള്ളാഹു കൽപ്പിക്കുന്നു. അപ്രകാരം അവരുടെ ആദ്യ സൃഷ്ടിയുടെ കർത്താവായ അള്ളാഹുവിന് അവരെ ജീവിപ്പിക്കുവാൻ നിശ്ചയമായും കഴിവുണ്ടെന്നും അനേകം സ്ഥിതിമാറ്റങ്ങൾക്ക് വിധേയരായ അവർ വീണ്ടും ചില മാറ്റങ്ങൾക്ക് കൂടി വിധേയരാകുന്നതിൽ അസാംഗത്യമൊന്നുമില്ലെന്നും അപ്പോഴവർക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ മരണം വരെയുള്ള കാലഘട്ടത്തിൽ അവൻ്റെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ വാസ്തവത്തിൽ കണക്കറ്റതാകുന്നു. എങ്കിലും അവയിൽ പ്രധാനമായ 7 അവസ്ഥകളെക്കുറിച്ചാണ് അള്ളാഹു ഇവിടെ പ്രസ്താവിക്കുന്നത്. ഒന്നാമത്തേത്, അവൻ്റെ തുടക്കം മണ്ണിൽ നിന്നാകുന്നു, അഥവാ മിൻ തുറാബ്. മനുഷ്യൻ്റെ ആദ്യ പിതാവായ ആദം അലൈഹിസ്സലാം നബിയെ അള്ളാഹു സൃഷ്ടിച്ചതും ഇന്ദ്രിയത്തിൽ അടക്കം ചെയ്ത മനുഷ്യബീജത്തിൻ്റെ ഉത്ഭവവും മണ്ണിൽ നിന്നാണല്ലോ. മണ്ണിൽ നിന്നും ജലത്തിൽ നിന്നുമായി ഉൽപ്പാദിപ്പിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങളിൽ നിന്ന് ആദ്യം രക്തവും പിന്നീട് ശുക്ലവും ഉണ്ടാകുന്നു. രണ്ടാമത്തേത് ശുക്ലബീജത്തിൽ നിന്ന് തുടങ്ങുന്നു, അഥവാ സുമ്മ മിൻ നുത്ഫ. ശുക്ലജലത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരംശം മാതാവിൻ്റെ ഗർഭാശയത്തിൽ പ്രവേശിക്കുന്നു. താമസിയാതെ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു രൂപത്തിലേക്ക് അത് നീങ്ങുന്നു. 3. അനന്തരം അത് ഗർഭാശയ ഭിത്തികളിൽ അള്ളിപ്പിടിക്കുന്ന ഒരു രക്തക്കട്ട അഥവാ അലക്ക ആയി മാറുന്നു. 4. അല്പദിവസത്തിനകം അത് മാംസപിണ്ഡമായി അഥവാ മുദ്ഗയായി മാറുന്നു. ഗർഭത്തിലിരിക്കുന്ന ശിശുവിൻ്റെ 4ാമത്തെ ഈ ഘട്ടത്തെ അള്ളാഹു 2 അവസ്ഥയിലായി വിവരിക്കുന്നു: ശരിയായ രൂപം നൽകപ്പെട്ടതും അല്ലാത്തതും, അഥവാ മുഖല്ലഖത്തിൻ വഗൈരി മുഖല്ലഖ. മുഖല്ലഖത്ത് എന്ന പദം 2-3 തരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നു. അതായത് രൂപവും അവയവങ്ങളും ഇന്ദ്രിയ ശക്തികളുമെല്ലാം പൂർത്തിയായി നൽകപ്പെട്ടത് എന്നും, ജീവനോടുകൂടി പ്രസവിക്കപ്പെടത്തക്കവണ്ണം പൂർണ്ണനില നൽകപ്പെട്ടത് എന്നും, മനുഷ്യരൂപം പൂർത്തിയായി നൽകപ്പെട്ടത് എന്നും, ഇങ്ങനെ 3 വിധത്തിൽ വ്യാഖ്യാനിക്കപ്പെട്ടു കാണാം. രൂപം നൽകപ്പെടാത്തത് അഥവാ ഗൈരി മുഖല്ലഖ എന്ന വാക്കിൻ്റെ ഉദ്ദേശ്യവും ഇതനുസരിച്ച് വ്യാഖ്യാനിക്കപ്പെടാം. ഏതഭിപ്രായം നാം സ്വീകരിച്ചാലും മേൽപ്പറഞ്ഞ 4 ഘട്ടങ്ങളിൽ വച്ച് കൂടുതൽ സമയം പിടിക്കുന്നത് ഈ 4ാമത്തെ ഘട്ടത്തിലാകുന്നു. ഗർഭസ്ഥ ശിശുവിൻ്റെ പൂർണ്ണതയും അപൂർണതയും നിർണയിക്കപ്പെടുന്നതും ആകൃതിയും പ്രകൃതിയും നൽകപ്പെടുന്നതും ഈ ഘട്ടത്തിലാകുന്നു. അങ്ങനെ കുറച്ചു മാസങ്ങളോളം ആ ശിശു ഗർഭാശയ ലോകത്ത് വെച്ച് വളർത്തപ്പെടുന്നു. അനുനിമിഷം
അതിനു വേണ്ടുന്ന എല്ലാ ശുശ്രൂഷകളും അള്ളാഹുവിൻ്റെ അനുഗ്രഹമാകുന്ന ഹസ്തം നടത്തിക്കൊണ്ടിരിക്കുന്നു. വളരുവാനും വികസിക്കുവാനും ഭക്ഷണപാനീയങ്ങൾക്കും വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും അവിടെ അത് ശരിപ്പെടുത്തി കൊടുക്കുന്നു. ഇത്രയും കാലത്തെ അത്ഭുതകരമായ അജ്ഞാതമായ ആ ജീവിതത്തെപ്പറ്റി മനുഷ്യന് വേഗം കണ്ടറിയുക സാധ്യമല്ലെങ്കിലും അവന് അത് നിഷേധിക്കുവാൻ സാധ്യമല്ല. ഇതിനെപ്പറ്റി മാത്രം ആലോചിക്കുന്നതായാൽ അള്ളാഹുവിൻ്റെ ശക്തിമാഹാത്മ്യവും അവൻ്റെ സൃഷ്ടിവൈഭവവും മനുഷ്യന് മനസ്സിലാക്കുവാൻ പ്രയാസവുമില്ല. അതുകൊണ്ടാണ് ഇത്രയും സംഗതികൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന് ലിനുബയ്യിനലക്കും നിങ്ങൾക്ക് വ്യക്തമാക്കി തരുവാൻ വേണ്ടി എന്ന് അള്ളാഹു പറയുന്നത്. ഡോക്ടർ AC സെൽമൻ MD ആരോഗ്യസംബന്ധമായ പ്രധാനപ്പെട്ട പല തത്വങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു വിശിഷ്ട ഗ്രന്ഥവും പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടതുമായ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ദീർഘായുസ്സും എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ചില സംഗതികൾ ഉദ്ധരിക്കുന്നത് ഇവിടെ സന്ദർഭോചിതമായിരിക്കും. ഒരു സ്ത്രീ ഗർഭം ധരിച്ചു കഴിഞ്ഞാലുടൻ തന്നെ കടുകുമണിയേക്കാൾ ചെറുതായ അണ്ഡം വളരുവാൻ തുടങ്ങുന്നു. ഇതിൻ്റെ വ്യാസം 1 അങ്കുലത്തിൻ്റെ 125 ഒരു ഭാഗം മാത്രമാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അതിനൊരു മൾബറി അഥവാ അമറാത്തി പഴത്തിൻ്റെ ആകൃതിയും ഏകദേശം അത്രത്തോളം വലിപ്പവും ഉണ്ടാകുന്നു. 4 ആഴ്ച കൊണ്ട് അതൊരു പ്രാവിൻ്റെ മുട്ടയോളമാകുന്നു. 2-ാം മാസാവസാനത്തോടുകൂടി ഒരു കോഴിമുട്ടയോളം വലിപ്പമുണ്ടാകുകയും ഒരു മനുഷ്യ ശരീരത്തിൻ്റെ ആകൃതി ഉണ്ടായിത്തുടങ്ങുകയും ചെയ്യും. ഗർഭാശയത്തിൻ്റെ ഉൾഭാഗത്തോട് അതിനെ ബന്ധിച്ചിരിക്കുന്ന ഏതാനും രക്തനാഡികളുണ്ട്. മാതാവ് ഭക്ഷിച്ചു ദഹിക്കുന്ന ഭക്ഷണങ്ങൾ അവളുടെ രക്തനാഡികൾ വഴി ഗർഭശിശുവിലേക്ക് കടന്നു ചെല്ലുന്നു. ഒരു മൾബറിപ്പഴത്തെപ്പോലെ കാണപ്പെടുന്ന ചെറുപിണ്ഡം വളർന്ന് 206 അസ്ഥികളും 500-ൽ പരം മാംസപേശികളും കണ്ണ്, ചെവി, ഹൃദയം, തലച്ചോറ് മുതലായ അവയവങ്ങളും ഉള്ള ഒരു മനുഷ്യ ശരീരമായിത്തീരുന്നു എന്നുള്ളത് അത്യത്ഭുതകരമായ ഒരു സംഗതി തന്നെ. മനുഷ്യനെ സൃഷ്ടിച്ചതും ആ ചെറുപിണ്ഡം വളർന്നു ഒരു പുതിയ പരിപൂർണ ശരീരമായി തീരുവാനിടയാക്കുന്നതും സർവശക്തനായ ദൈവം തന്നെയാണെന്നുള്ളതിന് ഇത് വേറൊരു തെളിവത്രേ. 4-ാം മാസാന്ത്യത്തിൽ ശിശുവിന് 5 അങ്കുലം നീളമുണ്ടായിരിക്കും. 6 മാസം കഴിയുമ്പോൾ അതിന് 2.5 റാത്തൽ ഘനം കാണും. 6-ാം മാസാവസാനത്തിൽ ജനിക്കുന്ന പക്ഷം ശിശു ഏതാനും ദിവസത്തിലധികം ജീവിച്ചിരിക്കുകയില്ല. 9-ാം മാസാവസാനത്തിൽ ശിശുവിന് 4 മുതൽ 6 വരെ റാത്തൽ ഘനവും ഏകദേശം 18 അങ്കുലം നീളവും ഉണ്ടായിരിക്കും. 10-ാം മാസാവസാനത്തിൽ അഥവാ 280 ദിവസം കഴിയുമ്പോൾ അത് പരിപൂർണ വളർച്ച പ്രാപിച്ചിരിക്കും. അപ്പോൾ 6 മുതൽ 10 റാത്തൽ വരെ ഘനവും ഉദ്ദേശ്യം 20 അങ്കുലം നീളവും കാണും. ഗർഭകാലം ഏകദേശം 280 ദിവസങ്ങളാണ്. എങ്കിലും ശരിയായ ജനനത്തീയതി നിശ്ചയിക്കുവാൻ ഒരു പ്രകാരത്തിലും സാധ്യമാകുന്നതല്ല. കണക്കാക്കപ്പെട്ടിരിക്കുന്ന ദിവസത്തിന് 1 ആഴ്ച മുമ്പായോ 1 ആഴ്ച കഴിഞ്ഞിട്ടോ ശിശു ജനിച്ചേക്കാം. ആരോഗ്യവും ദീർഘായുസ്സും പേജ് 145-146. 1 ആഴ്ച മുമ്പോ പിമ്പോ ആകാമെന്ന് ഡോക്ടർ പറഞ്ഞത് സാധാരണ സ്ഥിതി മാത്രമാണ്. സാധാരണക്കെതിരായി സംഭവിക്കാവുന്നതിനെപ്പറ്റി ആർക്കും ഏകദേശ അഭിപ്രായം പറയുവാനും സാധ്യമല്ല. 5-ാമത്തെ അവസ്ഥ, അള്ളാഹു ഉദ്ദേശിച്ച കാലം തികയുമ്പോൾ ഈ ബാഹ്യലോകത്തേക്ക് അവൻ അഥവാ മനുഷ്യൻ ശിശുവായി പുറത്തു വരുന്നു. സുമ്മ നുഖ്രിജുക്കും തിഫ്ല. പുറത്തു വരുമ്പോൾ കരയുവാൻ മാത്രം പഠിച്ച അവൻ ഉടനെ മുലപ്പാൽ കുടിക്കുവാനും ക്രമേണ ഓരോ അറിവും അഭ്യാസവും കരസ്ഥമാക്കുവാനും ശീലിച്ചു വരുന്നു. അജ്ഞാത ലോകത്ത് വച്ച് പരിപാലിച്ച അതേ ഹസ്തം തന്നെ
അവനെ വളർത്തിക്കൊണ്ടുപോരുവാൻ വേണ്ടത് ഈ ലോകത്തും അവനുവേണ്ടി മുൻകൂട്ടി തയ്യാറാക്കി വച്ചിട്ടുണ്ട്. ആറാമത്തേത്, അങ്ങനെ അവൻ പ്രായപൂർത്തിയും യുവത്വവും പ്രാപിക്കുന്നു, ബുദ്ധിയും തൻ്റേടവും ഉള്ളവനായിത്തീരുന്നു. ഏഴാമത്തെ സ്ഥിതിമാറ്റം, ഇതാണ് അവസാനത്തേത്. അവനെ വീണ്ടും അദൃശ്യമായ മറ്റൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു, അഥവാ അവൻ മരണമടയുന്നു. ഇതെപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്നൊന്നും ആർക്കും അറിഞ്ഞുകൂടാ. അവൻ്റെ സ്രഷ്ടാവിനു മാത്രമേ അതറിഞ്ഞുകൂടൂ. ചിലർക്ക് ആയുഷ്കാലം കുറവായിരിക്കും, അവർ നേരത്തെ മരിച്ചു പോകുന്നു. മറ്റു ചിലർക്ക് ദീർഘായുസ് നൽകപ്പെടുന്നു. വാർദ്ധക്യം നിമിത്തം അറിവും കഴിവുമെല്ലാം നഷ്ടപ്പെട്ട് കേവലം ശിശുസമാനനായി തീർന്ന ശേഷമേ അവർ മരണമടയുന്നുള്ളൂ. ഏതാണ്ട് ഇതുപോലെ തന്നെയാണ് ഭൂമുഖത്ത് കാണപ്പെടുന്ന സസ്യലതാദികളുടെ ചരിത്രവും. ഉണങ്ങി വരണ്ട് തരിശായി കിടക്കുന്ന ഭൂമിയിൽ അള്ളാഹു മഴ വർഷിപ്പിക്കുന്നു. ഉടനെ അതിൽ പല മാറ്റങ്ങളും സംഭവിക്കുന്നു. അത് പെട്ടെന്ന് ചൈതന്യമുള്ളതായിത്തീരുന്നു, ചീർത്തു പിളരുന്നു, അല്പദിവസത്തിനകം പച്ച പിടിക്കുന്നു. കുറച്ചു ദിവസം കൂടി കഴിയുമ്പോൾ ഹാ, എന്തൊരു കാഴ്ച! വൃക്ഷങ്ങളും ചെടികളുമായി, പൂവും കായുമായി. ഇങ്ങനെ മനുഷ്യൻ്റെയും ഭൂമുഖത്ത് വളരുന്ന വസ്തുക്കളുടെയും സ്ഥിതിഗതികളെപ്പറ്റി അല്പമാത്രമായ ചിന്തയെങ്കിലും ചെലുത്തുന്നവർക്ക് താഴെ പറയുന്ന പരമാർത്ഥങ്ങൾ കണ്ടെത്തുവാൻ കഴിയും.